നമസ്കാരം. പ്രത്യസീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് തിരുപ്പതിയിലേക്കുള്ള യാത്രയിലാണ്. കുറേ സമയമായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ മാർച്ച് മാസം 19-ാം തീയതി വൈകുന്നേരമാണ് ഞങ്ങൾക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ അവിടെ ദർശനം എന്ന് പറയുന്നത് 20-ാം തീയതി രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് തിരുപ്പതിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട്. കൊല്ലം കൊയിലോൺ ചെന്നൈ തിരുപ്പതി എക്സ്പ്രസ് അങ്ങനെയാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. വണ്ടി നിന്ന ശേഷം നമ്മൾ പതുക്കെ അതിനുള്ളിൽ കയറി നമ്മൾ സീറ്റ് ഏതൊക്കെയാണ്. ഇപ്പോൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും രാത്രി ഇന്നിപ്പോൾ വണ്ടി തന്നെയായിരിക്കും. രാവിലെയാണ് നമ്മൾ അവിടെ എത്തുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ബുക്ക് ചെയ്തതാണ്. അപ്പോഴാണ് നമ്മുടെ കണ്ണാട്ടനെ കണ്ടത്. ഇത് സെറ്റപ്പ് വണ്ടിയാണല്ലേ? ഇതിൽ എവിടേക്കാ പോണത് നിങ്ങള്? ശരി, പോട്ടെ. അപ്പോൾ സമയമായപ്പോൾ കണ്ണപ്പേട്ടനോട് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ സീറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ടീച്ചർ, ഏകദേശം ഒരു 60 വയസ്സായിട്ട് ടീച്ചറെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ മാസവും യാത്ര പോകും. ഒരു 27,000-30,000 രൂപ ഓരോ മാസവും യാത്രയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുന്ന ഒരാളാണ്. 60 വയസ്സായിട്ട് ടീച്ചർ. പക്ഷേ ടീച്ചറെ കണ്ടാൽ 60 നമുക്ക് തോന്നിക്കില്ല. റിട്ടയർഡ് ആയ ശേഷം പിന്നെ ഫുൾ ടൈമായിട്ട് യാത്രയിലാണ്. ഒരു കുംഭമേളയ്ക്ക് പോയി വന്ന് ഇപ്പം ഞങ്ങളൊപ്പം തിരുപ്പതി യാത്രയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് കൂടെ വന്നതാണ് ടീച്ചറാണ് ബുക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ടീച്ചർ ഏറ്റവും കൂടുതൽ യാത്രയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. യാത്രയ്ക്ക് പൈസയും നോക്കാറില്ല. ഫുൾ ടൈമായിട്ട് യാത്ര മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഗൈഡാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. എന്താ വെച്ചാൽ നമുക്കൊരു വളരെ സന്തോഷം തന്നെയാണ്. പിന്നെ ഒരുപാട് എന്താ വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ള ആളും കൂടെയാണ്. അപ്പോൾ ടീച്ചർ നമ്മുടെ ഒപ്പം ഉള്ളത് ഒരുപാട് ഗുണം ചെയ്യും നമുക്ക് യാത്രയ്ക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് തിരുപ്പതി പോകുന്നത്. തിരുപ്പതി അതുപോലെ കാളഹസ്തി ഇങ്ങനെയുള്ള 2 ഭാഗങ്ങൾ പോകണം. പിന്നെ നമുക്ക് പത്മാവതി ടെമ്പിൾ ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു ഈവനിങ് ടൈം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിൻ്റെ സമയമാണ്. ജിഷ്ണുവിൻ്റെ അമ്മ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചപ്പാത്തിയും നല്ല തക്കാളി കറിയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. തക്കാളി കറിയല്ലേ? നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാനൊരു 4 ചപ്പാത്തിയൊക്കെ സുഖമായിട്ട് ഇന്ന് കഴിച്ചിട്ടാണ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ചപ്പാത്തി അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള ചപ്പാത്തി. അങ്ങനെ നമ്മൾ തിരുപ്പതി എത്തിയിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്കാണ് തിരുപ്പതിയിലേക്ക് എത്തിയിട്ടുള്ളത്. വരുന്ന സമയത്ത് ബർത്തിൽ സീനുകളൊന്നും എടുത്തിട്ടില്ല. കാരണം ഉറങ്ങാനേ പറ്റിയിട്ടില്ല. ഉറക്കം വന്നില്ല. പൊതുവെ ഇരുന്ന് ഉറക്കം വന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും പുലർച്ചെ 3 മണിക്ക് തിരുപ്പതി എത്തിയിട്ടുണ്ട്. തിരുപ്പതിയിൽ നിന്നാണ് നമ്മൾ നേരെ പോകേണ്ടത്. നമ്മൾ ദേവസ്ഥാനത്തേക്ക് പോകേണ്ടത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു പ്ലാൻ എന്താ വെച്ചാൽ നേരെ കാളഹസ്തിക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ടീച്ചർ. പക്ഷേ കാളഹസ്തിക്കല്ല ആദ്യം പോകേണ്ടത്. നമ്മൾ നേരെ പോകേണ്ടത് തിരുപ്പതിക്കാണ്. ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബുക്ക് ചെയ്ത സ്ഥലം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്ലാന് മാറ്റുന്നത്. ശരിക്കും കാളഹസ്തിയിട്ടല്ല പോകേണ്ടത്. തിരുപ്പതിയിൽ പോയിട്ട് ദർശനം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാളഹസ്തിയിലേക്ക് വരേണ്ടത്. ഭഗവാനെ കണ്ടിട്ട് കാളഹസ്തിക്ക് വരേണ്ടത്. ആ കാളഹസ്തി ശിവക്ഷേത്രമാണ്. ഇവിടെ എന്താ വെച്ചാൽ നല്ല ബാർഗെയിനിങ് ആണ്. ഓട്ടോ സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ അവർ ഓരോ രീതിയിലാണ് പൈസയൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഓട്ടോ പിടിച്ചിട്ട് ടൗണിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ നമ്മൾ കാളഹസ്തിക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ പുലർച്ചെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്? തിരുപ്പതി സ്റ്റേഷനിൽ. ഇവിടെ എന്താ വെച്ചാൽ വിഷ്ണു നിവാസം പറഞ്ഞ സ്ഥലത്തായിരുന്നു നമ്മൾ ബാത്റൂമിലേക്ക് ഉള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ക്ലോസ് ആയി. നമ്മൾ നേരെ പോകുന്നത് കാളഹസ്തിക്കാണ്. കാളഹസ്തി പോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ പോയി കുളിച്ച് നമ്മൾ ഫ്രഷായിട്ട് നേരെ ദർശനത്തിന് പോകും.
ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മൾ കാളഹസ്തിക്കുള്ള ബസ് കയറിയിട്ട് അവിടെ പോയി ഇറങ്ങും. ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് ബുക്കിംഗ് കിട്ടിയില്ല. നേരെ നമുക്ക് ഫ്രഷ് ആവാനുള്ള ബുക്കിംഗ് ഒന്നും കിട്ടില്ല. അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് കുളി കഴിഞ്ഞ് നേരെ തിരുപ്പതി പോയി ദർശനം കഴിഞ്ഞിട്ട് നേരെ കാളഹസ്തിക്ക് പോകുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നേരെ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇവിടെ രാവിലെ പത്രക്കെട്ടുകളൊക്കെ വന്ന് പത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് അവർ. അപ്പോൾ അവരെ ഒന്ന് ബുദ്ധിമുട്ടിക്കാതെ ഒരു സൈഡിലൂടെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. പൊതുവേ എന്താ വെച്ചാൽ അതൊരു നമ്മുടെ ഏരിയ പോലെയല്ല, കുറച്ച് നമുക്ക് അറിയാത്തൊരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് വിലപേശലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓട്ടോയ്ക്ക് ഇത്ര ചാർജ് അങ്ങനെയെന്നൊക്കെ. അപ്പോൾ കൂടുതൽ നമ്മൾ പ്രൈവറ്റ് ബസ്സുകളിലും അങ്ങനെയൊക്കെ യാത്ര ചെയ്യണം കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ട് വേണം വണ്ടിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ കയറുന്ന സമയത്തിന് എത്ര രൂപയാണ് എന്നുള്ളത് കൃത്യമായി ചോദിക്കണം, എന്നിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടും. നമുക്ക് ഇത്ര പൈസ അത്ര പൈസ എന്നൊക്കെ പറയും. അങ്ങനെ നേരെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി നേരെ പോകുന്നു കാളഹസ്തിയിലേക്ക്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു പുലർച്ചെ 5 മണിക്ക് മുമ്പായിട്ട് ഒരു 4:30 4:45 ആയിട്ട് നമ്മളിവിടെ എത്തിയത്. ആ കാണുന്ന ക്ഷേത്രമാണ് കാളഹസ്തി എന്ന് പറയുന്ന ക്ഷേത്രം. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. രാവിലെ 6 മണിക്കാണ് നമുക്ക് ദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഫ്രഷപ്പ് ആവണം. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ സമയത്ത് പല രീതിയിലാണ് റേറ്റുകളും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് അങ്ങനെയൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ റൂംസ് അവൈലബിൾ ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കുറേ ആൾക്കാർ വന്നു നമ്മുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ റൂം അറേഞ്ച് ചെയ്ത് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരാൾ വന്നപ്പോൾ അയാളോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം 6 ആളുണ്ട്, ടീച്ചറും കസിനും ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ജസ്റ്റ് ഈ റൂം തന്ന് ഞങ്ങൾക്ക് 650 രൂപയാണ് ഇവിടെ ഫീസ് വന്നിട്ടുള്ളത് ഈ റൂമിന്. അപ്പോൾ ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ 6 മണിക്ക് ദർശനം കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞ് വെക്കേറ്റ് ചെയ്യും. ഇതാണ് റൂം. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാനൊക്കെ ഞങ്ങൾക്ക് പറ്റി. ഇവിടെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങി. അതിനുശേഷം ഫ്രഷപ്പ് ആയിട്ടാണ് നേരെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയത്. അത്യാവശ്യം കുഴപ്പമില്ല, 650 രൂപയ്ക്കാണ്. നല്ല അടിപൊളി റൂമാണ്. ഇനി നേരെ നമ്മൾ ചെല്ലുന്ന ദർശനത്തേക്കാണ്. ദർശനത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുവരെയുള്ള വീഡിയോസ് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, പോണ വഴിക്കാണ് നമ്മൾ ഈ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചത്. അപ്പോൾ ഐതിഹ്യം എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ ഭഗവാൻ ശരിക്കും നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ബ്രാഹ്മണനും പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കാട്ടാളനായിട്ടുള്ള വേടനും പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൂജ ചെയ്യുന്ന സമയത്ത് വേടൻ പൂജിക്കുന്ന സ്വാഭാവികമായിട്ട് മത്സ്യമാംസാദികളൊക്കെ വെച്ചിട്ടായിരുന്നു. ബ്രാഹ്മണൻ നല്ല പൂക്കളൊക്കെ വെച്ചിട്ടായിരുന്നു, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു പൂജ ചെയ്തത്. അപ്പോൾ ഒരു ദിവസം എന്താ വെച്ചാൽ ബ്രാഹ്മണൻ പൂജ ചെയ്യുന്ന സമയത്ത് അത് പറയുന്നു, കാട്ടാള നീ ഇങ്ങനെയുള്ള ഹിംസാത്മകമായിട്ടുള്ള രീതിയിൽ പൂജ ചെയ്യരുത് എന്ന് പറയുകയും കാട്ടാളൻ അങ്ങനെ അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് ബ്രാഹ്മണൻ പൂജ ചെയ്യുന്ന സമയത്ത് ശിവഭഗവാന്റെ കണ്ണിലൂടെ രക്തമൊഴുകി. അത് കണ്ട് ബ്രാഹ്മണൻ പേടിച്ചോടുകയും പിന്നീട് കാട്ടാളൻ വന്നിട്ട് ആ ഭഗവാന്റെ കണ്ണിലൂടെ, അതായത് ആ വിഗ്രഹത്തിൻ്റെ കണ്ണിലൂടെ ഒഴുകുന്ന രക്തം കണ്ടുകൊണ്ട് തൻ്റെ കണ്ണ് ഭഗവാന് കൊടുക്കാൻ വേണ്ടി ചൂഴ്ന്നെടുക്കുകയും ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് കാട്ടാളന് വരപ്രസാദം കൊടുത്തു എന്നുള്ളതാണ് അവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നല്ലൊരു ഗോശാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസാണ് ഞാൻ വെച്ചിട്ടുള്ളൂ. ശരിക്കും നമ്മൾ തിരുപ്പതി ദർശനത്തിന് ശേഷമാണ് കാളഹസ്തിക്ക് വരേണ്ടത്. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ റൂമും കാര്യങ്ങളൊന്നും അങ്ങനെ സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ടാണ് നേരെ തിരുപ്പതിക്ക് വന്നത്. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ തിരുപ്പതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ദർശന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിയാണ്. അപ്പോൾ രാത്രി 10 മണിക്ക് നമുക്ക് അവിടെ ദർശനം കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ ഇവിടെ കാളഹസ്തിയിൽ വന്ന് ഇവിടെ തൊഴുതിട്ടൊക്കെ പോകുന്നത്. പിന്നെ അവിടെ അടുത്തൊരു ഗണപതി ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഗുഹ പോലൊരു ചെറിയൊരു ഒരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെയൊക്കെ നമുക്ക് ഫോൺ അലൗഡ് ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരിക. അതുപോലത്തെ നല്ലൊരു അമ്പലമാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നേരെ ഇനി തിരുപ്പതിയുടെ വീഡിയോയിലേക്ക് കാണാം.